ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ബംഗാളിൽ ഒരു ഭരണമാറ്റമുണ്ടാകും, BJP അധികാരത്തിലെത്തുമെന്നാണല്ലോ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുന്നത്. BJP 142 മുതൽ 208 സീറ്റുകൾ വരെ നേടുമെന്നാണല്ലോ പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രസ്ന, പൊതുവെ 2000-ന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാർട്ടി വലിയ നേട്ടമുണ്ടാക്കുന്നു, വോട്ടിംഗ് ശതമാനത്തിൽ വലിയൊരു കുതിപ്പ് നടത്തുന്നു, ചിലപ്പോൾ പാർട്ടികൾ വലിയ വീഴ്ച വീഴുന്നു. ഇതൊക്കെയാണ് ബംഗാളിൽ പൊതുവെ കണ്ടിട്ടുള്ളത്. അത് CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ തകർച്ച, BJP-യുടെ വളർച്ച, അതൊക്കെ ആ തരത്തിൽ പെട്ടെന്നുള്ള വളർച്ചയെ നമുക്ക് കാണാം. 2016-ൽ 3 സീറ്റായിരുന്ന BJP പിന്നീട് 70 സീറ്റുകൾക്ക് മുകളിലേക്ക് വളർന്നത് ഒരൊറ്റ തെരഞ്ഞെടുപ്പിന്റെ വ്യത്യാസത്തിലാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഒരു തെരഞ്ഞെടുപ്പിൽ BJP ആ തരത്തിലൊരു അത്ഭുതം, ഒരു കുതിപ്പ് വീണ്ടും നടത്താൻ പോകുന്നു എന്നതാണ് പൊതുവെ ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ഇപ്പോൾ പ്രവചിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന് ഇവിടെ അധികാരം പോകാൻ പോകുന്നു എന്ന പ്രവചനം തന്നെയാണ്. അതിന് പലവിധ കാരണങ്ങളാണ് വിലയിരുത്തലായി മുന്നോട്ട് വരുന്നത്. അതൊക്കെ എന്തായാലും തൃണമൂൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് അവർ പറയുന്നത് 2021-ൽ സമാനമായ രീതിയിൽ BJP-യുമായി ഒരു ഒപ്പത്തിനൊപ്പം പോരാട്ടം എന്ന തരത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു. പക്ഷേ പിന്നീട് എക്സാക്ട് പോൾ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ എന്താണ് വിധി എഴുതിയത്, വോട്ടെണ്ണി തീർന്നപ്പോൾ അത് അങ്ങനെയല്ലാതെ മാറി എന്നൊരു ചരിത്രം തൃണമൂൽ കോൺഗ്രസിന് മുന്നിലുണ്ട്. അത് വിശ്വസിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് താല്പര്യപ്പെടുന്നത്. അതെന്തായാലും ഈ എക്സിറ്റ് പോളുകളിൽ തൃണമൂലിന് മേൽക്കൈ പ്രവചിക്കുന്ന 1-2 എക്സിറ്റ് പോളുകളുണ്ട്. പക്ഷേ അതിൽ പോലും ഒന്നുപോലും 200-ന് മുകളിലേക്ക് സീറ്റ് തൃണമൂലിന് പ്രവചിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 200-ന് മുകളിൽ സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് നേടിയിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ സീറ്റ് നിലയിൽ തൃണമൂലിന് ഇടിവുണ്ടാകും, BJP-ക്ക് ഒരു നേട്ടമുണ്ടാകും എന്നത് പൊതുവെ എല്ലാവരും ഒരുപോലെ പറയുന്നു. അതിൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും അത് BJP-ക്ക് വലിയൊരു കുതിച്ചുചാട്ടമായി മാറി അധികാരം പിടിക്കുന്ന രീതിയിലേക്ക് 2016-ൽ 3 സീറ്റിൽ ഉണ്ടായിരുന്ന പാർട്ടി 2 തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് തന്നെ അധികാരം പിടിക്കുന്നു. ചില എക്സിറ്റ് പോളുകൾ 180-ന് മുകളിലേക്ക് സീറ്റ് വരെ BJP-ക്ക് പ്രവചിക്കുന്നുണ്ട് എന്നതാണ് ബംഗാളിലെ എക്സിറ്റ് പോളുകൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീനാഥ്, നമുക്കിനി അസമിലെ തിരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എങ്ങനെയാണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. BJP 101 സീറ്റ് വരെ നേടുമെന്നാണല്ലോ പ്രവചനം. തീർച്ചയായും 64-ആണ് അസമിലെ മാന്ത്രിക സംഖ്യ. നമ്മൾ പ്രീപോൾ സർവേകൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ്, വോട്ടെടുപ്പിന് മുമ്പൊക്കെ നടന്ന സർവേകളൊക്കെ തന്നെ ഏതാണ്ട് എല്ലാവരും BJP-യുടെ അധികാര തുടർച്ച എന്നത് തന്നെയാണ് പ്രവചിച്ചത്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലം വരുമ്പോഴും അതിൽ കാര്യമായ ഒരു മാറ്റവുമില്ല. BJP വലിയ കുതിപ്പ് നടത്തുന്നു. മാത്രമല്ല 100 സീറ്റ് വരെ അല്ലെങ്കിൽ 100-ന് മുകളിലേക്ക് വരെ BJP പോയേക്കാം എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. കോൺഗ്രസിന്റെ വീഴ്ച, അവർക്ക് വലിയൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു അവരുടെ അവസ്ഥ, അതിൽ നിന്ന് ഒരുപക്ഷെ കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു പ്രകടനം എന്നതിനപ്പുറത്തേക്ക് അധികാരം പിടിക്കാൻ കഴിയുന്ന തരത്തിൽ 64 എന്ന സംഖ്യയുടെ അടുത്തേക്ക് എത്താൻ ഏതായാലും കോൺഗ്രസിന് കഴിയില്ല എന്നതാണ് പൊതുവെ ഈ എക്സിറ്റ് പോളുകൾ എല്ലാം തന്നെ ഒരുപോലെ പറയുന്നത്. അതിന് പല ഘടകങ്ങളുണ്ട്. ഗൗരവ് ഗൊഗോയ് എന്ന യുവ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ആവേശം കോൺഗ്രസ് ക്യാമ്പിൽ നമ്മൾ പ്രകടമായി കണ്ടതാണ്. 2011-ൽ തരുൺ ഗൊഗോയുടെ കാലത്താണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വലിയ വിജയം അസമിൽ നേടിയത്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ കോൺഗ്രസ് പുറകോട്ട് പോകുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ ഒരു വലിയ നേതാവായി വളർന്നു വരുന്നു. പഴയ ഹിമന്തയല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഹിമന്ത എന്ന് ഓർക്കണം. തരുൺ ഗൊഗോയുടെ ഒരു സാന്നിധ്യം ഒരു ആവേശം നൽകിയെങ്കിലും അത് ഹിമന്ത ബിശ്വ ശർമ്മയെ കവച്ചു വെക്കുന്ന തരത്തിൽ, അതിന് മുകളിലേക്ക് പോകുന്ന തരത്തിൽ അത് ഉണ്ടായില്ല എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ക്ഷേമ പദ്ധതികളും വെൽഫെയർ പൊളിറ്റിക്സ് ആയിരുന്നു മുൻപ് അസമിൽ ചർച്ചയായതെങ്കിൽ അത് മാറി മറ്റു പല ചർച്ചകളിലേക്കും അസം രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. അതിൽ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കീഴിൽ BJP അസമിൽ നേടിയിട്ടുള്ള ഒരു സംഘടനാ ശക്തി, അത് ഹിമന്തയുടെ വ്യക്തിപരമായ ശക്തിക്ക് അപ്പുറത്തേക്ക് പാർട്ടി സംവിധാനം വളരെ ശക്തമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം, പലവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, നുഴഞ്ഞുകയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഹിമന്തയുടെ പ്രചാരണം, അത് ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം അസമിൽ BJP-ക്കൊപ്പം തന്നെ നിർത്തി എന്നതാണ്, ഈ തെരഞ്ഞെടുപ്പിലും നിർത്തി എന്നതാണ് BJP-ക്ക് അസമിൽ വലിയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. 100-ന് മുകളിലേക്ക് സീറ്റ് പോവുക എന്നത് അസം പോലെ വടക്കിഴക്കൻ സംസ്ഥാനത്ത് BJP അധികാരം പിടിച്ച് അവിടെ വളർന്നു വന്ന് അവിടെ വലിയ ശക്തിയായി മാറി എന്നത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.